ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വചനവീഥിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദൈവം മനുഷ്യകുലത്തിൽ ഇടപെടുന്നതും ദൈവാനുഗ്രഹം ലഭിക്കുന്നതും ദൈവത്തിൻ്റെ പദ്ധതികൾ പൂർത്തിയാക്കുന്നതും മനുഷ്യൻ്റെ വിളിയും വിധിയും നിയോഗവും നടപ്പിലാക്കുന്നതും 3 രീതികളിലാണ്. ഒന്ന്, നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന കാര്യവും കാരണവുമില്ലാതെ ദൈവം തീരുമാനിക്കുന്നു. ഇതെന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ചോദിക്കുവാൻ കഴിയാത്ത രീതിയിൽ വിശ്വസിക്കുക മാത്രം ചെയ്യേണ്ടതാണ് ഈ കാര്യങ്ങൾ. 2, മനുഷ്യൻ്റെ ആഗ്രഹത്തോടും കഠിനാധ്വാനത്തോടും പ്രാർത്ഥനയോടും ദൈവം സഹകരിക്കുന്നു. ചോദിക്കുന്നവനെ കൊടുക്കുന്നു, അന്വേഷിക്കുന്നവനെ കണ്ടെത്താൻ സഹായിക്കുന്നു, മുട്ടുന്നവനെ തുറന്നു കൊടുക്കുന്നു. ദൈവത്തിൻ്റെ തിരുമനസ്സ് പൂർത്തീകരിക്കാനുള്ള ഒരു ദൃഢമായ നിശ്ചയം കൂടിയാണത്. 3, മറ്റുള്ളവർ ദൈവസന്നിധിയിൽ നടത്തുന്ന മധ്യസ്ഥ പ്രാർത്ഥനയും നിലവിളിയുമാണ്. സ്വർഗത്തിൽ വിശുദ്ധരുടെ മധ്യസ്ഥയുമാകാം, ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവരുടെ മധ്യസ്ഥ പ്രാർത്ഥന കൂടിയാവാം. ഈ 3 രീതികളിലും ദൈവത്തിൻ്റെ പ്രവർത്തനവും ഇടപെടലും ദൈവാനുഗ്രഹത്തിൻ്റെ വ്യാഖ്യാനവും വിശദീകരണവുമായി യേശു പ്രവർത്തിക്കുന്ന അടയാളമാണ്. കാനായിലെ വിവാഹ വിരുന്നിൽ യേശു പ്രവർത്തിച്ച അത്ഭുതം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ദൈവത്തിൻ്റെ തീരുമാനവും ഇഷ്ടവും പദ്ധതിയും തന്നെയാണ്. അതിൽ ഉറച്ചു നിന്നുകൊണ്ട് മാത്രമേ നമുക്ക് മനുഷ്യൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയുകയുള്ളൂ. മനുഷ്യൻ്റെ ആഗ്രഹവും പ്രയത്നവും കഠിനാധ്വാനം കൊണ്ടും മാത്രം ദൈവത്തിൽ നിന്നും കൃപയും അനുഗ്രഹവും നേടാമെന്ന രീതിയിൽ ആദിമസഭയിൽ പലാജീനിസം പോലെയുള്ള പ്രസ്ഥാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതപ്പോൾ തന്നെ സഭ തള്ളിക്കളയുകയും ചെയ്തിട്ടുണ്ട്. കാരണം ജീവിതത്തിലെ കഷ്ടനഷ്ടങ്ങളിലും ദുരിതങ്ങളിലും സഹനങ്ങളിലും രോഗങ്ങളിലും തകർച്ചകളിലും അത് ഒരു വശത്ത്, മറുവശത്ത് നേട്ടങ്ങളിലും സമ്പാദ്യങ്ങളിലും സന്തോഷങ്ങളിലും സൽപ്പേരിലും എപ്പോഴും ഏതവസ്ഥയിലും ഈശോയും മാതാവും പറഞ്ഞ ആ 2 മറുപടികളാണ് നമ്മുടെ എന്നും ആശ്രയമായി നിലകൊള്ളുന്നത്. എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ. മാതാവ് പറയുന്നു, ഇതാ കർത്താവിൻ്റെ ദാസി. അതേസമയം കാനായിലെ കല്യാണ വിരുന്നിലെ അടയാളത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ എന്ന് മാതാവ് പറയുന്നുണ്ടെങ്കിലും മാതാവ് പറഞ്ഞതല്ലേ യേശു പ്രവർത്തിക്കുന്നത്. എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല എന്ന് ഒരു കാര്യം ദൈവം തീരുമാനിക്കുമ്പോൾ ആ തീരുമാനം ദൈവം മാറ്റുന്നില്ലേ? ഇങ്ങനെ ദൈവം തൻ്റെ തീരുമാനം മാറ്റുന്ന അനേകം സന്ദർഭങ്ങൾ നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. ശിക്ഷിക്കുവാൻ തീരുമാനിച്ച ദൈവം രക്ഷിക്കുവാൻ തീരുമാനിക്കുന്നു, രക്ഷിക്കുവാൻ തീരുമാനിച്ച് കഴിഞ്ഞ് പിന്നീട് ശിക്ഷിക്കുന്നുമുണ്ട്. അങ്ങനെ ദൈവം തീരുമാനം മാറ്റുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ്? അതായത് സൃഷ്ടി കർമ്മത്തിന് ശേഷം അത് മനുഷ്യന് ദൈവം സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മനുഷ്യൻ്റെ പങ്കാളിത്തമില്ലാതെ ദൈവം വേദപുസ്തകത്തിൽ ഒന്നും പ്രവർത്തിക്കുന്നതായി കാണുന്നില്ല. മനുഷ്യൻ്റെ സഹകരണവും വിധേയത്വവും അനുസരണവുമില്ലാതെ ഒരു അത്ഭുതകൃത്യവും അടയാളങ്ങളും ദൈവം പ്രവർത്തിക്കുന്നുമില്ല. അങ്ങനെ സഹകരിക്കുകയും അനുസരിക്കുകയും കഠിനാധ്വാനം ചെയ്യുകയും ചെയ്യാത്തവരെയാണ് ദൈവം ശിക്ഷിക്കുന്നത്. അതായത് വലിയ ദൗത്യങ്ങളും നിയോഗങ്ങളുമായിട്ടാണ് ഓരോരുത്തരെയും ഈ ലോകത്തിലേക്ക് ദൈവം അയച്ചിരിക്കുന്നത്. ഓരോ വ്യക്തിയുടെയും ജീവിതത്തിന് മേൽ ദൈവത്തിന് കൃത്യമായ പദ്ധതിയുണ്ട്, സ്വപ്നങ്ങളുണ്ട്, പ്രതീക്ഷകളുണ്ട്, നിയോഗങ്ങളുണ്ട്. അത് കൃത്യമായി കണ്ടുപിടിച്ച് അതിനോട് സഹകരിച്ച് അനുസരിച്ച് അവസാനം വരെ അതിൽ ഉറച്ചിരിക്കുമ്പോഴാണ് ഒരാളുടെ ജീവിതം വിജയിച്ചു എന്ന് പറയാൻ കഴിയുന്നത്. അപ്പോൾ എന്നെപ്പറ്റിയുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ് എന്ന് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? അത് 2 രീതിയിലാണ്. ഒന്നെങ്കിൽ വ്യക്തിപരമായ പ്രാർത്ഥനയിലായിരുന്നു കൊണ്ട് അത് സ്വയം കണ്ടുപിടിക്കുക. എന്തുകൊണ്ടാണ് യേശു രാത്രി മുഴുവൻ മലമുകളിൽ പ്രാർത്ഥനയിൽ ചിലവഴിച്ചത്? മരുഭൂമിയിൽ 40 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചത്? ഈശോ പൂർണ്ണ ദൈവവുമായിരുന്നല്ലോ. ഞാനും പിതാവും ഒന്നാണ് എന്ന് ഈശോ പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ പിതാവിൻ്റെ ഇഷ്ടം യേശുവിൻ്റെ സത്തയിൽ തന്നെയുണ്ട്, ദൈവിക ഭാവത്തിൽ തന്നെയുണ്ട്, ജ്ഞാനത്തിലും അറിവിലുമുണ്ട്. എന്നാൽ യേശു പൂർണ്ണ മനുഷ്യനുമായിരുന്നതിനാൽ വ്യക്തിപരമായി അത് തിരിച്ചറിയുവാൻ ശക്തമായ പ്രാർത്ഥന ആവശ്യമുണ്ട്. കാരണം എല്ലാ മാനുഷിക പ്രകൃതികളിലും ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് എതിര് നിൽക്കുക എന്നൊരു ആന്തരിക പ്രേരണ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം അത് സഹനത്തിൻ്റെയാണ്, അനുസരണത്തിൻ്റെയാണ്. വിശുദ്ധ യേശു പിതാവ് നേരിട്ട് പ്രാർത്ഥിച്ച് ആ ദൈവത്തിൻ്റെ തീരുമാനം കണ്ടുപിടിച്ചു. മറിയത്തെ തൻ്റെ ഭാര്യയായി സ്വീകരിച്ചു. അപ്പോൾ
ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ പോകുന്ന വലിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുവാൻ വേണ്ടി പ്രാർത്ഥനയിൽ ചിലവഴിക്കുക, അവിടെ വെച്ച് അത് പൂർത്തീകരിക്കുവാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട ചെറിയ കാര്യങ്ങൾ പരിപൂർണമായി അനുസരിക്കുക. ലാസറിനെ ഉയർപ്പിക്കുവാൻ പോവുകയാണ്, ആ കല്ല് ഉരുട്ടി മാറ്റുക. അത്ഭുതകരമായ മീൻപിടുത്തം നടക്കാൻ പോവുകയാണ്, ആഴത്തിലേക്ക് വലയിറക്കുക, കടലിൻ്റെ വലതുഭാഗത്ത് വലയിറക്കുക. നിങ്ങളുടെ അധ്വാനത്തിൻ്റെ ഫലമായ അപ്പം കൊണ്ടുവരിക, നിങ്ങൾ ഇപ്പോൾ പിടിച്ച മത്സ്യത്തിൽ കുറേ കൊണ്ടുവരിക, എന്നെ അനുഗമിക്കുക, സ്വത്തുക്കൾ വിറ്റ് പാവങ്ങൾ കൊടുക്കുക. കാനായിലെ വിവാഹ വിരുന്നിൽ യേശു പറയുന്നു, ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ, അവർ വക്കോളം നിറയ്ക്കുന്നു. വിശുദ്ധ അഗസ്റ്റിൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ദൈവത്തിൻ്റെ വാക്കുകൾ, ദൈവത്തിൻ്റെ തീരുമാനം അനുസരിക്കുകയും അതിനോട് സഹകരിക്കുകയും അതിനുവേണ്ടി വരുന്ന സഹനങ്ങളും ത്യാഗങ്ങളും ഏറ്റെടുക്കുവാൻ തീരുമാനിച്ച് അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിയ വലിയ പദ്ധതികൾ പൂർത്തീകരിക്കപ്പെടുന്നത്, അതിൻ്റെ സമ്പൂർണ്ണതയിൽ അത് നിറവേറുന്നത്. എന്നാൽ എല്ലാവർക്കും ഒരേപോലെ ദൈവത്തിൻ്റെ ഇഷ്ടം കണ്ടുപിടിക്കുവാൻ കഴിഞ്ഞു വന്നു വരികയില്ല. എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നും അറിയണമെന്നില്ല. ഈ പ്രശ്നം ആദ്യം മുതലേ ഉള്ളതാണ്. ഇതിന് പരിഹാരം നിലയ്ക്കാണ് പഴയ നിയമത്തിൽ ദൈവം പുരോഹിതരെയും പ്രവാചകന്മാരെയും രാജാക്കന്മാരെയും നിയമിക്കുകയും നിയോഗിക്കുകയും അധികാരപ്പെടുത്തുകയും ചെയ്തത്. അതായത് ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ് എന്ന് ദൈവത്തോട് സംസാരിച്ച് മനസ്സിലാക്കി അത് ജനങ്ങളെ അറിയിക്കുന്നു. ദൈവജനത്തിൻ്റെ ആവശ്യങ്ങൾ എന്താണ് എന്നറിഞ്ഞ് അത് ദൈവസന്നിധിയിൽ ഉണർത്തിക്കുന്നു. എന്നാൽ ഒരേ സമയം പുരോഹിതനായും പ്രവാചകനായും രാജാവായും തൻ്റെ ഏകപുത്രനെ അയച്ചുകൊണ്ട് ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും ഏക മധ്യസ്ഥനായി ക്രിസ്തുവിനെ നിയോഗിക്കുകയും അധ്യായപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. വിശുദ്ധ പൗലോസ് ശ്ലീഹായും യോഹന്നാൻ ശ്ലീഹായും ഒക്കെ ഇക്കാര്യങ്ങൾ വ്യക്തമായി പറയുന്നുണ്ട്. 1 തിമോത്തിയോസ് 2:5 എന്തെന്നാൽ ഒരു ദൈവമേ ഉള്ളൂ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി ഒരുവനേയുള്ളൂ, മനുഷ്യനായ യേശുക്രിസ്തു. 1 യോഹന്നാൻ 2:1 നമുക്ക് ഒരു മധ്യസ്ഥനുണ്ട്, നീതിമാനായ യേശുക്രിസ്തു. അങ്ങനെയെങ്കിൽ കാനായിലെ കല്യാണ വിരുന്നിൽ ഇപ്പോൾ അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ച യേശു മാതാവിൻ്റെ ആഗ്രഹവും മധ്യസ്ഥയും അനുസരിച്ച് വെള്ളം വീഞ്ഞാക്കിയത് എന്തുകൊണ്ടാണ്? അവിടെയാണ് തിരുസഭ ആധികാരികമായി പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിശ്വാസ സത്യം നമ്മൾ വിശ്വസിക്കുകയും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യേണ്ടത്. അതായത് ദൈവത്തിനും മനുഷ്യർക്കുമിടയിൽ ഒരേ ഒരു മധ്യസ്ഥനേ ഉള്ളൂ, യേശുക്രിസ്തു. എന്നാൽ എല്ലാ അധികാരവും പുത്രന് പിതാവ് നൽകിയിരിക്കുന്നത് കൊണ്ട് യേശുക്രിസ്തുവിനും മനുഷ്യർക്കുമിടയിൽ മധ്യസ്ഥരാകാം. അവർ ആരാണ്? പരിപൂർണമായും അവർ മനുഷ്യരാണ്. അവർ ദൈവത്തിൻ്റെ ഇഷ്ടം പൂർത്തീകരിച്ചവരാണ്. അതിൽ ഒന്നാമത് പരിശുദ്ധ മറിയമാണ്, രണ്ടാമത് വിശുദ്ധ യേസപ്പ് പിതാവുമാണ്. എന്തുകൊണ്ടാണ് യേസപ്പിനേക്കാൾ മുകളിലായി മറിയത്തിന് ദൈവം സ്ഥാനം നൽകിയത്? എന്തുകൊണ്ടാണ് സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായി ദൈവം മറിയത്തെ നിയമിക്കുന്നത്? മറിയം സമ്മതിച്ചുകൊണ്ട് മാത്രമാണ് ദൈവത്തിന് മനുഷ്യനാകാൻ കഴിഞ്ഞത്. മറിയം സമ്മതിച്ചില്ലായിരുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ മനുഷ്യാവതാരത്തിന് ഇനിയും എത്രയോ നൂറ്റാണ്ടുകൾ കാത്തിരിക്കേണ്ടി വരുമായിരുന്നു. വിശുദ്ധ യേസപിതാവാകട്ടെ സമ്മതം മൂളിയില്ലായിരുന്നുവെങ്കിലും ദൈവത്തിൻ്റെ മനുഷ്യാവതാരം നടക്കുമായിരുന്നു. എന്നാൽ മറിയം കൂടുതൽ സഹിക്കേണ്ടി വരുമായിരുന്നു. അപ്പോൾ യേസപിതാവിൻ്റെ സമ്മതം മറിയത്തിന് വേണ്ടി കൂടിയായിരുന്നു, മറിയത്തെ അപമാനത്തിൽ നിന്ന് രക്ഷിക്കുവാൻ വേണ്ടി കൂടിയായിരുന്നു. ഈ ഒരു കാര്യം പൂർത്തിയാക്കാൻ വേണ്ടിയാണ് യേസപിതാവ് സഹനം ഏറ്റെടുക്കുന്നത്. ഇങ്ങനെ ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ സഹായിക്കുന്നതിന് വേണ്ടി ക്രിസ്തു നിയമിച്ച മധ്യസ്ഥരാണ് പരിശുദ്ധ കന്യകാമറിയവും വിശുദ്ധ യേസപിതാവും സകല വിശുദ്ധരും. ഇതിൽ കാനായിലെ കല്യാണ വിരുന്നിൽ മറിയത്തിൻ്റെ മാധ്യസ്ഥയും കൊണ്ട് യേശു തൻ്റെ അടയാളങ്ങൾ ആരംഭിച്ചത് തന്നെ മറിയത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനം നൽകുവാൻ വേണ്ടി തന്നെയാണ്. ക്രൈസ്തവ കത്തോലിക്ക വിശ്വാസികൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സത്യമുണ്ട്. അതായത് മറ്റു വിശുദ്ധരോട് മാധ്യസ്ഥ്യം പ്രാർത്ഥിക്കുമ്പോഴെല്ലാം നമുക്ക് ലഭിക്കാതിരിക്കാം. എന്നാൽ മറിയം വഴി പ്രാർത്ഥിക്കുന്നതെല്ലാം നമുക്ക് ഈശോ സാധിച്ചു തരുന്നു. കാരണം മറിയം യേശുവിൻ്റെ അമ്മയാണ്. നല്ല മക്കളൊക്കെ എപ്പോഴും നല്ല അമ്മമാരെ അനുസരിക്കുന്നു, അവർക്ക് വിധേയരായി ജീവിക്കുന്നു. 12 വയസ്സ് മുതൽ യേശു പരസ്യമായി ഏറ്റുപറഞ്ഞ് ശീലിച്ചിരിക്കുന്ന ഒരു കാര്യമാണത്. നല്ല അമ്മമാരെ മക്കൾ അനുസരിക്കും എന്ന് പറഞ്ഞത് അമ്മമാർ പോലും പിശാചുക്കളായി മാറുന്ന സംഭവങ്ങൾ ഇന്ന് നിരന്തരം ആവർത്തിക്കുന്നത് കൊണ്ടാണ്.
യേശു മറിയത്തെ അനുസരിക്കുന്നത് പിതാവായ ദൈവത്തിൽ നിന്നും നേരിട്ട് മറിയം കൃപ സ്വീകരിച്ചതുകൊണ്ടുകൂടിയാണ്. പരിശുദ്ധാത്മാവിനെ മറിയം നേരിട്ട് പിതാവായ ദൈവത്തിൽ നിന്നും സ്വീകരിച്ചതുകൊണ്ടുകൂടിയാണ്. ബാക്കി എല്ലാവരും യേശു വഴിയാണ് കൃപയും ആത്മാവിനെയൊക്കെ സ്വീകരിക്കുന്നത്. മറിയത്തിൻ്റെ മാധ്യസ്ഥം എപ്പോഴും യേശു സ്വീകരിക്കുന്നു, അംഗീകരിക്കുന്നു, മറിയത്തെ അനുസരിക്കുവാൻ തയ്യാറാവുന്നു. കാരണം അമ്മയ്ക്ക് മകനെ അറിയാം, മകന് അമ്മയെയും അറിയാം. മറിയം ഇങ്ങനെ മാത്രമേ തൻ്റെ മക്കളോട് പറയുകയുള്ളൂ എന്ന് യേശുവിന് നന്നായിട്ടറിയാം. എന്താണത്? അവൻ നിങ്ങളോട് പറയുന്നത് പ്രവർത്തിക്കുവിൻ എന്നതാണത്.